വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു 7:30 എണീറ്റു കേട്ടോ. കണ്ണൊന്നും തുറക്കുന്നില്ല, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തുറന്നു. പിന്നെ ഇതേ പല്ലൊക്കെ തീച്ചിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ ആനൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വരെ പോവില്ല പറഞ്ഞതായിരുന്നു, പക്ഷെ പിന്നെ ഇന്ന് രാവിലെ വിചാരിച്ചു എന്തായാലും എണീറ്റു, എന്നാൽ പിന്നെ പോവാം. അപ്പം എല്ലാം പെട്ടെന്ന് തന്നെ ഒതുക്കി ക്ലീൻ ആക്കി വെക്കണം. അങ്ങനെ എല്ലാ ഭാഗവും അടിച്ച് തുടച്ച് എല്ലാം സെറ്റാക്കി. ഇതോടെയും കഴിഞ്ഞുകൊണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ കുളിക്കണം. അങ്ങനെ ഒരു കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി അമ്പലത്തിൽ പോകാനുള്ള റെഡി ആവലാണ്. അങ്ങനെ അതും കഴിഞ്ഞു. ഞാനും അമ്മയും കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത്. നമ്മളമ്പലത്തേക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അങ്ങനെ അമ്പലത്തേക്ക് എത്തി. ഇതാണ് നമ്മളമ്പലം. ആദ്യം ഞാൻ വിചാരിച്ച അമ്പലത്തിൽ ആരുമില്ല, ആരും വന്നിട്ടുണ്ടാവില്ല എന്ന്. പിന്നെ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയപ്പോഴേ മനസ്സിലായി എല്ലാവരും വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഇതാ നമ്മൾ ആനയൊക്കെ എത്തിയിട്ടോ. അങ്ങനെ പിന്നെ ആനയൊക്കെ വന്നു. ആനയുടെ പേര് അറിയത്തില്ല. മറ്റേത് ആനയുടെ കഴുത്തിൽ ഒരു മാലയമ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇത് ഞാനൊന്നും കണ്ടില്ല. അപ്പം ഞാൻ ആളോട് ചോദിച്ചു. അപ്പം പേര് പറഞ്ഞത് കൊളക്കാടൻ ഗണേശൻ എന്നാണ്. അങ്ങനെ ആനേനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളെ ശാന്തി തന്നെ ആദ്യം ഒരു ഉരുള വായിച്ചു കൊടുത്തു. പിന്നെ ഓരോരുത്തരായി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനാട്ടോ കൊടുക്കുന്നേ. ഉള്ളിൽ നല്ല പേടിയൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ, ധൈര്യശാലി വേണം. അങ്ങനെ ഓരോരുത്തരായി കൊടുത്തു തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് ഒരു കടയിൽ പഴംപൊരിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് വാങ്ങാമെന്ന് വെച്ച് അമ്മനെ സോപ്പിട്ടിട്ട് പഴംപൊരിയും വാങ്ങി. വീട്ടിൽ വന്നപ്പോൾ ഒരാൾ ഞങ്ങളെ കാത്തിരിക്കുക കേട്ടോ. ഇതാണ് നമ്മളെ ഷുണ്ട്രു. ലൈവിൽ വരുന്നവർക്ക് അറിയാട്ടോ ആളെ. അങ്ങനെ അവിടെ ചെന്ന് പുട്ടും കടലയും പിന്നെ ചായ ആയിരുന്നു, അതും കഴിച്ചു. ചായ കുടിച്ചു വരുമ്പോഴത്തേനും ചോറുള്ള സമയമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോറുണ്ടു. ചോറിന് പയറും തക്കാളി ചമ്മന്തി ഇഞ്ചിപ്പുളിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ചേരം റെസ്റ്റ് എടുത്ത് പിന്നെ വൈകുന്നേരമായപ്പോൾ ഒരു ചായയും പഴംപൊരിയും കഴിച്ചു. പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അതെല്ലാം എഡിറ്റ് ചെയ്തിരുന്നു. പിന്നെ വൈകുന്നേരത്തെ പണികളായി. മുറ്റടിക്കാനുണ്ട്, അകടിക്കാനുണ്ട്, പിന്നെ അതിലായി. അങ്ങനെ മുറ്റവും കാര്യങ്ങളൊക്കെ അടിച്ചു, അകവും അടിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് വിശന്നപ്പോൾ കുറച്ച് അവില് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നു. അത് കഴിച്ചിരിക്കുമ്പോഴാണ് നമ്മളവിടേക്ക് ഒരു പുതിയ ആൾ വന്നത്. വേറെ ആരുമല്ല, മയിലാണ്. നമ്മളവിടുത്തെ സ്ഥിരം ആളാട്ടോ. ആളിടയ്ക്ക് ഈ വഴി വരുന്നതാ. ഓരോ ആഴ്ച ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ആളാ. ആകാശമൊക്കെ നല്ല തെളിഞ്ഞാ നിൽക്കുന്നേ. അപ്പം അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ കൈയും കാലും മുഖമൊക്കെ കഴുകി വിളക്ക് വെച്ചു. പിന്നെ യൂട്യൂബ് മാത്രം നോക്കിയാൽ ശരിയാവില്ല, പഠിക്കുകയും വേണം. എക്സാമാണ് വരുന്നത്. എന്നാൽ പിന്നെ കുറച്ചു നേരം പഠിക്കാൻ വെച്ച് കുറച്ചു നേരം ഇരുന്ന് പഠിച്ചു. പിന്നെ കുറച്ചു നേരം ടി വിയും കണ്ടിരുന്നു. പിന്നെ നമ്മളൊരു 7 മണിയാകുമ്പോൾ ഒരു ചായ കൂടി ഉണ്ട്. അപ്പം ആ നേരത്തെ ഒരു കട്ടനും പിന്നെ ഒരു തക്കാളി മുറുക്കും കഴിച്ചു. ഇതെൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. ഇതിഷ്ടമല്ലാത്തവരുണ്ടാവില്ല, മിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചോറുണ്ടോ. ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ തന്നെ, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല കേട്ടോ. പയറും ഇഞ്ചിപ്പുളിയും തക്കാളിയും പിന്നെ പപ്പടവും ഉണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞ് പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വെച്ചു. രാവിലത്തെ കുറച്ചുണ്ടായിരുന്നു, ഉച്ചക്കത്തെ കുറച്ചുണ്ടായിരുന്നു, വൈകുന്നേരത്തെ ഉണ്ട്. അപ്പം അതെല്ലാം കൂടി കഴുകി വെച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി. സാധാരണ ഞാനിവിടെ തുടയ്ക്കാറുണ്ട്. ഇന്ന് പിന്നെ രാവിലെ എല്ലാം തുടച്ചുകൊണ്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് മാറ്റി കളഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയില്ല, ഇനിയിപ്പോൾ ഫോൺ നോക്കിയിരിക്കുക, അത് തന്നെയുള്ളൂ. അപ്പോൾ ബായ്. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്